രാഹുൽജി, മറ്റൊന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാം, ചെരുപ്പ് നക്കൽ എന്നുള്ളൊരു പ്രയോഗമാണല്ലോ കേരളത്തിലെ ജിഹാദികളും മറ്റുള്ള രാജ്യദ്രോഹി വിഭാഗങ്ങളൊക്കെ സവർക്കറുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ കണ്ടാൽ പോലും അതിനടിയിൽ ഇവിടെയും വന്ന് വിതറിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആ ഒരു ആക്ഷേപ ആ രീതിയിലുള്ളത്. ഈ ചെരുപ്പ് നക്കൽ, ഈ പറയുന്ന ഇവരുടെ ഈ പ്രയോഗം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നക്കിയിട്ടുള്ളത് ആരാന്നാണ് പണ്ട് നമ്മുടെ ചാനൽ ചർച്ചയിൽ ശിവശങ്കർ സാർ പറഞ്ഞതൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ ചെരുപ്പ് നക്കലാണ് അല്ലെങ്കിൽ മാപ്പ് എഴുതി കൊടുത്ത് ചെരുപ്പ് നക്കിയത് ഏറ്റവും കൂടുതൽ എന്നുള്ള ചോദ്യമാണ് ആ മാഷ് ചോദിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജിഹാദികളുടെ കമന്റ് ഇടുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഒന്ന് വിവരിച്ച് ഈ ജിഹാദികൾക്ക് വേണ്ടി ഒരു മറുപടി ആണെങ്കിൽ എങ്ങനെയാണ് പറയുക? ഈ ചെരുപ്പ് നക്കി എന്നുള്ളത് അങ്ങനെ ആയിരിക്കുന്ന ഈ കാലാപ്പാനി സിനിമയ്ക്ക് ശേഷമാണ് ചെരുപ്പ് നക്കി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഹിസ്റ്ററിയിൽ മുമ്പ് ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഇദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നത് ഇദ്ദേഹം കൊടുത്ത ഈ ബെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെഴ്സി പെറ്റീഷൻ എന്ന പേരിലാണ് ആക്ഷേപിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ മെയിൻലാൻഡ് ഇന്ത്യയിൽ കോടതികളുണ്ട്. ഇപ്പം ഭഗത് സിംഗും മഹാത്മാഗാന്ധിയും ഒക്കെ അവരുടെ ആർഗ്യുമെന്റ് പറയാൻ, അത് ബ്രിട്ടീഷുകാരത് അംഗീകരിക്കണമെന്നില്ലായിരുന്നു, പക്ഷെ എങ്കിലും അവരുടെ ആർഗ്യുമെന്റ് പറയാൻ നമുക്ക് കോടതികളുണ്ടായിരുന്നു. ആൻഡമാനിൽ കോടതികളില്ല. ആൻഡമാനിൽ നിയമപരമായിട്ട് ഒരു തടവുപുള്ളിക്ക് ഉള്ള ഒരേ ഒരു നിയമ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബെയിൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്കിഷ്ടമുള്ളപ്പോൾ എല്ലാം എഴുതി കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചില പ്രത്യേക അവസരത്തിൽ അവര് വാങ്ങിക്കുകയാണ്. ഇപ്പം ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് അവര് ഒരു ഗുഡ് ഗസ്റ്ററിന്റെ പേരിൽ ഈ ഇതുപോലുള്ള ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പം ആൻഡമാനിൽ കിടന്ന സവർക്കർ മാത്രമല്ല, 300 വിപ്ലവകാരികൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു കൊടുത്തിട്ടുണ്ട് 4 ദിവസം ജയിലിൽ കിടന്നിട്ട്. അതും ജവഹർലാൽ നെഹ്റു തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ. അപ്പം ഇത് ഇങ്ങനെ പല അവസരങ്ങളിൽ ബ്രിട്ടീഷുകാർ സവർക്കറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മെഴ്സി ഈ ബെയിൽ ആപ്ലിക്കേഷൻസ്. അപ്പൊ അത് സവർക്കർ പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് ജയിലിൽ കിടന്ന് മരിച്ചുകൊണ്ട് നിനക്കും ഒരു ഗുണമില്ല, രാജ്യത്തിനും ഒരു ഗുണമില്ല. നീ എങ്ങനെയെങ്കിലും വെളിയിലിറങ്ങാം. ഒരു വിപ്ലവകാരിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സ്വയം സ്വതന്ത്രനാവുക എന്നുള്ളതാണ്. സ്വയം സ്വതന്ത്രനാവുക, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തിരികെ പോവുക, ഒരു 50 പേരെ വിളിച്ചുകൂട്ടി അവന്റെ മാളത്തിന് പോയി തീയിടുക, അതാണ് ചെയ്യേണ്ടത്. അതിന് ഇങ്ങനെ എഴുതി കൊടുത്താൽ വിടുമെങ്കിൽ ഇറങ്ങിപ്പോവാം. പക്ഷെ സവർക്കറിനെ വിട്ടില്ല. ബാക്കി 300-350 പേരെ വിട്ട സച്ചിന്ദ്രനാഥ് സന്യാൽ അടക്കം, മഹർഷി അരവിന്ദന്റെ സഹോദരൻ ബരീൻ ഘോഷ് അടക്കം എല്ലാവരും വെളിയിൽ വന്നത് ഇതുപോലുള്ള പെറ്റീഷൻ എഴുതി കൊടുത്തിട്ടാണ്. പക്ഷെ ഒരു കൺസിഡറേഷനും ഒരു പരിഗണനയും ലഭിക്കാതിരുന്ന 2 തടവുകാർ VD സവർക്കറും GD സവർക്കറുമാണ്. അവർക്ക് ഒരു പരിഗണനയും കൊടുത്തിരുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും 5 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് സെല്ലുലാർ ജയിലിന് പുറത്ത് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. വർഷത്തിൽ ഒരു കത്ത് വീട്ടിലേക്ക് എഴുതാൻ അനുവദിച്ചിരുന്നു. ഇതൊന്നും സവർക്കറിനോ അദ്ദേഹത്തിന് അനിയനോ ചെയ്തു കൊടുത്തിരുന്നില്ല. പക്ഷേ കാരണം അതുകൊണ്ടാണ് ഇപ്പൊ സവർക്കർ എവിടെയെങ്കിലും മാപ്പ് എഴുതി കൊടുത്തു എന്ന്, മാപ്പ് അല്ലെങ്കിൽ ഐ റിഗ്രറ്റ് ഫോർ മൈ ആക്ടിവിറ്റീസ് എന്ന ഒരു മെൻഷൻ അദ്ദേഹത്തിന്റെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻസിലും ഇല്ല. മാത്രവുമല്ല, സവർക്കർ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ എല്ലാം അവസാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻസ് ഒന്നും അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ആ തടവിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അദ്ദേഹം എഴുതുന്നത് എനിക്കും എന്റെ കൂടെ കിടക്കുന്ന എല്ലാവരെയും റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബെയിൽ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ ഞാൻ തടസ്സമാണെങ്കിൽ എന്നെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ളവരെ റിലീസ് ചെയ്യൂ, അതിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാര് ചെരുപ്പ് നക്കി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. അധികം താമസിയാതെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേജുകളിൽ സാവർക്കർ പ്രത്യക്ഷപ്പെടും. കാരണം ഈ സാവർക്കർ ഒരു ദേശീയവാദി ആയിരുന്നെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യമായിട്ടുള്ള യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ സാവർക്കറിനെ ധാരാളം ഇംഗ്ലണ്ടിൽ വെച്ച് സഹായിച്ചിട്ടുണ്ട്. ലിബറലുകൾ സഹായിച്ചിട്ടുണ്ട്. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി സഹായിച്ചിട്ടുണ്ട്. സാവർക്കർ ആദ്യത്തെ ഇന്റർനാഷണൽ കേസ് സാവർക്കറിന്റെ പേരിലാണ്. ഭാരതത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ കേസ് നടക്കുന്നത് സാവർക്കർ മാർസെ തുറമുഖത്ത് വെച്ച കപ്പലിൽ നിന്ന് ചാടി. അത് പിന്നീട് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള വലിയ നയതന്ത്ര യുദ്ധമായിട്ട് മാറി. അതിന്റെ പേരിൽ
ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോയി. സാവർക്കറിന് വേണ്ടി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഹാജരായത് കാൾ മാർക്സിന്റെ ചെറുമകൻ ജീൻ ലിങ്ക്യോട്ട് ആണ്. അപ്പം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ആദ്യത്തെ ദേശീയ പതാക ഉണ്ടാക്കിയത് സാവർക്കറാണ്. ആ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് 1907 സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ചാണ്. മാഡം കാമയാണ് അത് ഉയർത്തുന്നത്. അപ്പം സാവർക്കറെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാവർക്കർക്ക് അനുഭാവികൾ ഉണ്ടാവാൻ പോകുന്നത് കേരളത്തിലെ CPV എന്നായിരിക്കും. ഓക്കെ, ജയസൂര്യൻ സാർ, എന്താണ് ഇനി കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ തമസ്കരിക്കപ്പെട്ട ഭാരതത്തിന്റെ ചരിത്രം തീർച്ചയായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. അത് നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ നടത്തിയ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സവർക്കറുടെ പേരിൽ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാവും. സവർക്കറുടെ സയൻസ്, അതായത് ഇപ്പൊ ഗാന്ധിയൻ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോ ഇവിടെ ശ്രീ രാഹുൽ ബാലേന്ദ്രൻ സൂചിപ്പിക്കേണ്ടായി ചെയറുകൾ സ്ഥാപിക്കണം എന്നത്. അപ്പോൾ ഗാന്ധിയൻ സ്റ്റഡീസിൽ ഡിഗ്രിയും PGയും PhDയും എടുക്കാവുന്നത് പോലെ സവർക്കർ സ്റ്റഡീസിൽ ഡിഗ്രിയും PGയും PhDയും എടുക്കുന്ന ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടാകും. സവർക്കർ യൂണിവേഴ്സിറ്റി എന്നല്ല, യൂണിവേഴ്സിറ്റികൾ തന്നെ ഉണ്ടാകും. കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം അത്ര കഠിനമായിട്ടുള്ള ത്യാഗമാണ് സവർക്കർ ചെയ്തത്. അതുകൊണ്ട് സവർക്കറെ ഭാരതവും വിശിഷ്യ കേരളവും തിരിച്ചറിയാൻ പോവുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും സവർക്കറുടെ ആരാധകരായിട്ട് വരിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ സവർക്കറുടെ പടം വെക്കുന്ന കാലഘട്ടം വരും. കാരണം ആരെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തള്ളിപ്പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ പടം പിന്നീട് കമ്മ്യൂണിസ്റ്റ് വേദികളിൽ വെച്ച് സിന്ദാബാദ് വിളിക്കുന്ന ചരിത്രമാണ് കമ്മ്യൂണിസത്തിനുള്ളത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ദേശീയവാദികൾ ആശങ്കയോടെ കാത്തിരിക്കേണ്ടത് സവർക്കറെ കമ്മ്യൂണിസ്റ്റുകാരെ തട്ടിയെടുക്കുന്നത് എങ്ങനെ എന്നുള്ളതായിരിക്കും. ഏതായാലും അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ, അങ്ങനെ ഒരു യുഗത്തിന്റെ തുടക്കം കുറിക്കാൻ നമ്മുടെ ഈ ചർച്ചയും സഹായകരമാവട്ടെ എന്നാണ് എന്റെ ആശംസ. ഏതായാലും ശ്രീ രാഹുൽ ബാലചന്ദ്രൻജി ഒരു ദൗത്യത്തിന് എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലല്ല എവിടെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ തർക്കത്തിന് അദ്ദേഹം തയ്യാറാണ്. ചരിത്രപരമായുള്ള തെളിവ് സഹിതം ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാണ്. അത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെക്കുകയാണ്. വീര സവർക്കറിനെ കുറിച്ച് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഓരോ ആക്ഷേപങ്ങളും അത് തെളിവ് സഹിതം ചർച്ച നടത്താൻ വേണ്ടി, അതല്ലെങ്കിൽ സംവദിക്കാൻ നട്ടെല്ലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ധീര ദേശസ്നേഹിയായിട്ടുള്ള 27 വർഷത്തോളം കഠിനമായിട്ടുള്ള ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആ മനുഷ്യനെ തേജോവധം ചെയ്യുന്ന ജിഹാദികളായാലും സകല രാജ്യദ്രോഹികളായാലും നിങ്ങളോട് ഒരു നാൾ കാലം കാത്ത് കണക്ക് ചോദിക്കാതെ പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ആ ഒരു സമയം ആഗതമായിരിക്കുന്നു. അത് കാസർഗോഡ് നിന്ന് തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന രീതിയിൽ തന്നെ ഞങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉറക്കെ പറയുകയാണ്. ഏതായാലും രാഹുൽ ബാലചന്ദ്രൻജി ആയാലും ജയസൂര്യൻ സാറായാലും കൃത്യമായിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ഒരു വലിയ ചരിത്രം ആളുകളുടെ മുൻപിലേക്ക് ഇട്ടു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. രണ്ട് അതിഥികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. വീര സവർക്കറെ സ്നേഹിക്കുന്ന, വീര സവർക്കറുടെ വീരേതിഹാസ കഥകൾ, ചരിത്രം, അതിനെ സ്നേഹിക്കുന്ന ആളുകൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വരുന്നത് വരെ അതിഥികളെ അതുപോലെ പ്രേക്ഷകരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.